ഹായ് ഗൈസ്, സാധാരണ നമ്മൾ രാത്രി വീഡിയോ പിടിക്കുന്ന ശീലമില്ല. എന്നിരുന്നാലും ഇന്ന് വീഡിയോ പിടിക്കാതെ നിവൃത്തിയില്ല. കാരണം നമ്മൾ വൈകുന്നേരം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അനുമോള് കരയാനുള്ള കാരണം, അക്ബറും അനുമോളും തമ്മിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടാവാനുള്ള കാരണം, മൂല കാരണം കൂറ ആണ് എന്നുള്ള കാര്യം. കൂറ മീൻസ് മനസ്സിലായല്ലോ, നമ്മളെ നൂറ. ആ പുള്ളിക്കാരിയാണ് ഈ ഒരു വിഷയത്തിന് പിന്നിലെ പ്രധാന ധൂമകേതു എന്നുള്ള കാര്യവും പറഞ്ഞുകൊണ്ട് നമ്മൾ വൈകുന്നേരം ഒരു വീഡിയോ ചെയ്തായിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ശരി എന്ന് വെക്കുന്ന രീതിയിൽ കുറച്ച് തെളിവും കാര്യങ്ങളൊക്കെ പുറത്തു വരികയുണ്ട്. അത് കണ്ടതോടുകൂടി വീഡിയോ ചെയ്യാതെ വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ രാത്രി വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അതിന്റേതായ ചില ലൈറ്റിന്റെ പ്രശ്നം, സൗണ്ട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. വീഡിയോ ആയിട്ട് റേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം കമന്റും കൂടെ ചെയ്തേക്കുക. അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു വിഷയത്തിലോട്ട് കിടക്കാം. വൈകുന്നേരം ഞാൻ ഇട്ടത് ഇങ്ങനെയായിരുന്നു. പ്രമോ കണ്ട സമയത്ത് അനുമോളും അക്ബറും തമ്മിൽ ചെറിയ വാക്കുതർക്കം ഉണ്ടാവുന്നു. അനുമോള് കരയുന്നു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്തു എന്ന് ആദില പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആദില അനുഭവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, ടിഷ്യൂ പേപ്പറിനകത്ത് PR നമ്പർ എഴുതി കൊടുത്ത വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഉണ്ടായ വിഷയങ്ങൾ അത്രയും തന്നെ. അപ്പൊ അനുമോള് പറയുന്ന ഇതാണ്, ഞാൻ എഴുതി കൊടുത്തത് PR നമ്പർ ഒന്നുമില്ല, വീട്ടിലെ നമ്പറാണ്. ആദിലാണ് പുറത്തു പോകുന്നെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങിയതിനു ശേഷം വീട്ടിലെ ആൾക്കാരെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ചിലപ്പോൾ ചേച്ചിയായിരിക്കും ഫോൺ എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് വീട്ടിലെ നമ്പർ ഷെയർ ചെയ്തത്. അതേപോലെ തന്നെ ആദില അവരുടെ നമ്പർ എനിക്ക് തന്നിട്ടുണ്ട്. ആദില ആ ഒരു ടിഷ്യൂ, എഴുതി കൊടുത്ത ടിഷ്യൂ അവരുടെ കബോർഡിൽ വെച്ചിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. അത് കേട്ട പാതി കേൾക്കാത്ത പാതി കുറച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളെ നൂർ എന്ത് ചെയ്യാണ്, അവിടെ പോയിട്ട് ആ തെളിവ് അങ്ങ് നശിപ്പിച്ചു കളയണം. അതിന്റെ ഒരു വീഡിയോ ഭാഗം കാണാം, ശ്രദ്ധിച്ചു നോക്കുക. നൂറ് അവിടെ പോയിട്ട് ആ ഒരു തെളിവ്, ആ ഒരു ടിഷ്യൂ എടുത്ത് നശിപ്പിക്കുകയാണ്. കാരണം ആ ടിഷ്യൂ പുറത്ത് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാവും അനുമോള് കൊടുത്തത് വീട്ടിലെ നമ്പറാണോ PR നമ്പറാണോ. അല്ലെങ്കിൽ ഒരാൾ PR നമ്പറൊക്കെ മനപ്പാടം പഠിച്ചു വെച്ചിട്ട് എഴുതി കൊടുക്കാൻ വേണ്ടി നിൽക്കുവോ? ഇതൊക്കെ മിനിമം കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് ചിന്തിച്ചു നോക്കിയാൽ പോരെ. അപ്പൊ അതിൽ ആ ഒരു കാര്യം അവിടെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ആളുകൾക്കിടയിലോട്ട് തെറ്റായിട്ട് പടർത്തി വിടുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. നൂറയ്ക്ക് അത് അറിയാവുന്നതുകൊണ്ട് തന്നെ ആദിലേനെ വെള്ളപൂശാനും ആദില കുറ്റക്കാരി ആവരുത് എന്ന് വിചാരിച്ചിട്ടൊക്കെ നൂർ എന്ത് ചെയ്യാണ്, ആ ഒരു ടിഷ്യൂ പേപ്പർ അങ്ങോട്ട് മുക്കി. ഇതൊക്കെ വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് നൂർ ഒരു അക്ഷരം മിണ്ടുന്നില്ല. അനുമോള് ചെന്ന് ചോദിക്കുന്ന സമയത്ത് നൂറ ഇത് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ലേ, ഇത് നിങ്ങൾ ചർച്ച ചെയ്തോന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ഒഴിവായി പോവാണ്, നൈസിന് ഊരിപ്പോരാണ്. അല്ലാതെ നീ ആദിലേന്റെ അടുത്ത് കൊടുത്തു, ആദില എന്നോട് പറഞ്ഞു, നീ കളവ് പറയാണെന്ന് പറഞ്ഞിട്ട് ഉറച്ച സ്റ്റാൻഡിൽ നിന്നിട്ട് അവിടെ അനുമോളോട് ഫൈറ്റ് ചെയ്യല്ല ചെയ്യുന്നത്. പകരം അക്ബറും അനുമോളും ഉണ്ടാവുന്ന ആ ഒരു വാക്കുതർക്കത്തിന്റെ ഇടയ്ക്ക് അനുമോൾ നിനക്കറിയില്ല നൂറ പറ എന്ന് പറയുമ്പോൾ നൂറ അതങ്ങോട്ട് തഴവി വിടുകയാണ്. നിങ്ങൾ തമ്മിലുള്ള വിഷയമല്ല, അത് നിങ്ങൾ തന്നെ ഡീൽ ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് വ്യക്തമാവുന്നുണ്ട് അനുമോള് പറയുന്നതാണ് ശരി. അനുമോൾ അങ്ങനെ ഒരു നമ്പർ PR നമ്പർ ആർക്കും കൊടുത്തിട്ടില്ല. ആദില കള്ളം പുറത്തേക്ക് വിളിച്ചു പറഞ്ഞതാണ്. അക്ബറെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. കാരണം അനുമോളുടെ ഏറ്റവും ഉറ്റ സുഹൃത്താണ് ആദില നൂറി. അനുമോളുടെ രഹസ്യ സൂക്ഷിപ്പുകാരിയാണ് ആദില നൂറി. അപ്പം അനുമോള് പറഞ്ഞ കാര്യങ്ങൾ അത്രയും തന്നെ ആയിരിക്കും ആദില നൂറി തങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം. അനുമോള് ഭയങ്കര ദുഷ്ടത്തിയാണ് എന്നുള്ള മൈൻഡും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അക്ബർ എന്താണ്, ഇവര് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ നിർബന്ധിതനാവുകയാണ്. കാരണം അക്ബറിന് അറിയില്ല പുറമെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളതൊന്നും. അക്ബർ അവിടെ നിന്ന് ഈ ഒരു 95-96 ദിവസത്തിൽ അനുമോളെ കണ്ടു മനസ്സിലാക്കിയതും വെച്ചുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ആദിലും നൂറയും കൂടെ പറഞ്ഞ കാര്യങ്ങൾ കേട്ട സമയത്ത് അക്ബർ എന്താവാണ്, ചിന്തിച്ചു പോവാണ്. ആ ശരിയായിരിക്കാം, എന്നെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി, എന്റെ കുടുംബം തകർക്കാൻ വേണ്ടി അനുമോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഉറ്റ സുഹൃത്തുക്കളല്ലേ പറയുന്നത്, ഇവര് പറയുന്നത് എങ്ങനെ തള്ളിക്കളയാൻ പറ്റുമെന്നുള്ളൊരു ചിന്ത, ആ ഒരു ന്യായം അക്ബറിന്റെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് അക്ബറിനെ തീർത്തും അങ്ങോട്ട് കുറ്റക്കാരനാക്കാൻ പറ്റില്ല. ഇവിടെ വിഷജന്തുവായിട്ട് കളിച്ചത് ആദില നൂറയാണ്, മെയിനായിട്ട് ആദില അനുമോള് വീട്ടിലെ നമ്പർ കൊടുത്തത് PR നമ്പറാക്കി ചിത്രീകരിച്ചു. ശേഷം അത് നൂറയൊക്കെ ആയിട്ട് ഷെയർ ചെയ്തു. ആദില പുറത്തായതിനു ശേഷം നൂറ അതൊരു ട്രം കാർഡ് ആക്കി എടുത്ത് അക്ബറിന്റെ അപ്പാനിന്റെ അടുത്തേക്ക് ഇടുന്നു. അക്ബർ ചെന്നിട്ട് അനുമോളുമായിട്ട് അവിടെ ഒരു വാക്കുതർക്കം ഉണ്ടാവുന്നു. ഹൗസ് മേറ്റ്സ് എല്ലാവരും തന്നെ അനുമോൾക്ക് എതിരാവുന്നു. അവിടെ നൂറ നിശബ്ദത പാലിക്കുന്നു. ശേഷം ഈ ഒരു ടിഷ്യൂവിന്റെ കളവ് മറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ ആദിലേന്റെ കബോർഡ് പോയിട്ട് ടിഷ്യൂ എടുത്ത് നശിപ്പിച്ച് കളയുന്നു. അപ്പൊ ഇവിടെ ഏറ്റവും വലിയ വില്ലത്തിയായത് നൂറയാണ്. നൂറ എന്ന് പറയുന്ന സാധനത്തിനെ കണ്ടല്ലോ, ലക്ഷ്മി വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ സമയത്ത് അതിനൊക്കെ എതിർത്ത് സംസാരിച്ച ഒരാളാണ് ഞാൻ. ഈ ഒരു പ്രവൃത്തിയും ഈ ഒരു സംസാരം ഇങ്ങനത്തെ കളിയൊക്കെ ആവുന്ന സമയത്ത് വീട്ടിലെന്നല്ല, വീടിന്റെ 7 അയലത്ത് കയറ്റാനേ പറ്റത്തില്ല. നമ്മളിപ്പോ അനുമോളെ കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട് നമ്മൾ അനുമോളെ PR ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പൈസ ഒന്നും വാങ്ങാണ്ട് എടുക്കുന്ന PR പണിയാണ്, സന്തോഷത്തോടെ എടുക്കുന്നതാണ്. അപ്പൊ പിന്നെ അനുമോളെ PR എന്നും പറഞ്ഞ് ആരും വന്ന് കമന്റ് ഇട്ട് മെഴുകണ്ട. ഇത്രയൊക്കെ അതിന്റെ ഉള്ളിലിട്ട് അനുഭവിപ്പിക്കുന്ന എന്തിനാന്നുള്ളതാണ് മനസ്സിലാവാത്തത്. അതിനങ്ങോട്ട് പറഞ്ഞുവിടാൻ കുറച്ച് സ്വസ്ഥതയും സമാധാനമെങ്കിലും ഉണ്ടാവുക അനുമോക്ക്. അതല്ലാതെ ഇവരെല്ലാരും കൂടെ ഒരാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കൂട്ടം കൂടി നിന്ന് ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു ഷോ കാണുന്ന ആള് അനുമോളോടൊരു സ്നേഹവും സിമ്പതിയൊക്കെ തോന്നി അനുമോളെ ഫാനായി പോവും, അറിയാതെ അനുമോളുടെ PR ആയി പോവും. ഇവിടെ നൂറ ചെയ്ത പരിപാടി മഹാബോറാണ്. ഇതൊക്കെ പുറത്തിറങ്ങുന്ന സമയത്ത് ആദില കാണുന്നുണ്ടാവുമല്ലോ. ഇപ്പൊ കയ്യിൽ ഫോണൊക്കെ കൈ കിട്ടി എല്ലാ കാര്യങ്ങളും വിശദമായിട്ടിരുന്ന് പരിശോധിക്കുന്നുണ്ടാവും. ആരാണ് ശരി, ആരാണ് തെറ്റ്, ആരാണ് നുണ പറഞ്ഞത്, എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയതുള്ള കാര്യങ്ങളൊക്കെ ഇരുന്ന് നോക്കുന്നുണ്ടാവും. അപ്പൊ ഇതെല്ലാം തിരിച്ചറിയുന്ന സമയത്ത് വല്ലാതെ റിഗ്രറ്റ് ചെയ്യും. കാരണം അനുമോൾ അത്രയും
ലോയലായിട്ടാണ് നിങ്ങളുടെ രണ്ടുപേരുടെ അടുത്ത് നിന്നില്ല. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒട്ടും ലോയൽ അല്ലാതാണ് അനുമോളോട് ബിഹേവ് ചെയ്യുന്നത്. നൂറ പ്രത്യേകിച്ച് ആദ്യം പോകുന്നത് വരെ നൂറ നിശബ്ദയായിരുന്നു. ഒരക്ഷരം അനുമോള് കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഇങ്ങനെ ഇരിക്കുക, അതിലൊരു അഭിപ്രായം പറയാന്നല്ലാതെ അവിടെ ഇവിടെയും പോയിട്ട് അനുമോളെ കുറിച്ച് ഇങ്ങനെ എരിപൊരി കയറ്റി കൊടുക്കുന്നില്ല. പക്ഷെ ആദ്യം പോയതിനു ശേഷം നൂറേന്റെ ക്യാരക്ടർ ആകെ മാറി. നൂറ എന്ത് ചെയ്യണം, അനുമോളെ കുറിച്ചിട്ട് അനുമോൾ ഇത് മാത്രമല്ല പലതും പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയൊക്കെ കേട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നൊക്കെ വല്ലാതെ എരി കയറ്റി കൊടുക്കുന്ന രീതിയിൽ അപ്പാനിനോട് അക്ബറിനോടൊക്കെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് ആൾക്കാർ നൂറയാണ് ശരി എന്ന് കരുതിയിട്ട് അനുമോൾക്കെതിരെ തിരിയും. ഡേർട്ടി ഗെയിം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഡേർട്ടി ഗെയിം. എങ്ങനെയെങ്കിലും ബിഗ് ബോസിന്റെ 2 ദിവസം 2-3 ദിവസം കൂടെ തള്ളി നീക്കി ആ അനുമോൾ ഒന്നെങ്കിൽ വിജയിയാവുക, അതല്ല എന്നുണ്ടെങ്കിൽ അതിനകത്തൊന്ന് പറഞ്ഞു വിടാം. നേരത്തെ ഇത്രയും മൈൻഡിൽ അത് സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അനുമോളെ വിൽ പവർ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ. അതിന്റെ ഇടയ്ക്ക് അത് കരയുന്ന സമയത്ത് ഞാൻ മരിച്ചു പോട്ടെ എന്നൊക്കെ സ്വയം പ്രാകുന്നുണ്ട്. ഞാൻ പറയുന്ന നുണയാണെങ്കിൽ ഞാൻ മരിച്ചു പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛനെ അമ്മേനെ എല്ലാരെയും പിടിച്ച് സത്യം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കരഞ്ഞ് ആത്മാർത്ഥമായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അനുമോളാണ് ശരി എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറ്റൊരു വീഡിയോ ആണ് വരെ. ബൈ.